Hello guys, welcome back. This is Rudo from Hackfiles. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡു വൈൽ ലൂപ്പിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന അറേനെ കുറിച്ചിട്ടാണ്. അറേ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് അറേസ് ഉണ്ട്. മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്, അതേപോലെ വൺ ഡയമെൻഷണൽ അറേ ഉണ്ട്. അപ്പോൾ രണ്ടും ഒരു വീഡിയോ ആക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അറേ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതിൽ നമ്മൾ അറേ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കൺസെപ്റ്റ് ചെയ്താൽ മതി. അതാവും ഏറ്റവും സിംപ്ലസ്റ്റ് വേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു 4 സൈസുള്ള അറേണ് ഉണ്ടാക്കുന്നുണ്ട്, 5 സൈസുള്ള അറേണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സ് കൺസെപ്റ്റ് ചെയ്യുക. അതായത് അറേൻ്റെ ഇങ്ങനെ ഒരു സംഭവം അറേ കൺസെപ്റ്റ് ചെയ്തെടുക്കാം. അതാവും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം. പിന്നെ അതേപോലെ അറേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0th പൊസിഷനാണ്, ദെൻ 1th പൊസിഷൻ, 2th പൊസിഷൻ, 3rd പൊസിഷൻ ആൻഡ് 4th പൊസിഷൻ. സോറി, ഇവിടെ 2th എന്ന് പറഞ്ഞ് 2nd പൊസിഷൻ, അത് ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ദെൻ അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ വാല്യൂസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഓരോന്നിലും ഓരോരോ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് നമ്മളൊരു വേരിയബിൾ ഒറ്റ സംഭവമാണെങ്കിൽ അതേപോലെ ഒരു ബോക്സ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഒറ്റ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് അറേ. അപ്പോൾ ഇതാണ് വൺ ഡയമെൻഷണൽ അറേൻ്റെ ഒരു സ്ട്രക്ചർ പറയുമ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ നോക്കാം. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോളംസും റോസും ഉള്ള ഒരു ടാബിളായിട്ട് കൺസിഡർ ചെയ്യാം. അതോ അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ ഇത് പറയുമ്പോൾ ഒന്നെങ്കിൽ ഒരു റോ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെയാണ് വൺ ഡയമെൻഷണൽ അറേ. ഇതാകുമ്പോൾ ഒരുപാട് റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ 0th ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് റോൻ്റെ നമ്പറാണ്. അതായത് 0, ദെൻ 0 എന്ന് വെച്ചാൽ 0 എന്ന് വെച്ചാൽ 0th കോളം ആൻഡ് 0th റോ. അപ്പം ഇതാണ് 0, ദെൻ 01 എന്ന് വെച്ചാൽ 0th റോ 0th ആണ്, ദെൻ കോളം 1th. സോറി, 1th ഫസ്റ്റ് ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ട് പോകും. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അതായത് ഇനിയിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോ ആണ്, ദെൻ സെക്കൻഡ് കോളമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളല്ല, അതിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്, മെട്രിക്സ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ മെട്രിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവരും അങ്ങനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഫസ്റ്റ് റോ ദെൻ കോളം. അപ്പോൾ ഇത് 0th റോ 0th കോളം. ഇനിയിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് സെക്കൻഡ് റോയിലാണ്, ദെൻ സെക്കൻഡ് കോളത്തിലുമാണ്. ഇത് സെക്കൻഡ് റോയിലാണ്, ദെൻ തേർഡ് കോളത്തിലാണ്. അപ്പോൾ അങ്ങനെയാണ്. എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു അറേ എങ്ങനെ എഴുതാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അറേ എന്നുള്ളൊരു പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളൊരു ഹലോ വേൾഡ് പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ചൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറേയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അറേ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്നതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വേരിയബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അറേ എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കണം. അറേ എന്നുള്ള വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയിട്ടുള്ളൊരു അറേ എന്നുള്ളൊരു വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അറേ എന്നുള്ളൊരു അറേ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറേ ഡിക്ലെയർ ചെയ്യാം. ദെൻ നമ്മൾ സൈസ് കൊടുക്കാം. സൈസ് 5 എന്ന് കൊടുത്താൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അറേന്ന് എഴുതി വെച്ച ആ ടേബിൾ ഇതാണ്. അതായത് 5 സൈസുള്ള 1, 2, 3, 4, 5. അപ്പോൾ 5 സൈസ് ഉണ്ട്. അത്ര സൈസുള്ള ഒരു അറേനെ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് 0th പൊസിഷൻ, 1th പൊസിഷൻ, 2nd പൊസിഷൻ, 1th എന്ന് വീണ്ടും പറഞ്ഞിട്ടുള്ളത്, 3rd പൊസിഷൻ ആൻഡ് 4th പൊസിഷൻ. അപ്പോൾ അങ്ങനെയാണ് വരാം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് അറേ എന്നൊരു അറേന്ന് ഈ അറേ എന്നുള്ളത് എന്ത് പേരും കൊടുക്കാം. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹാക്ക് ഫയൽസ് എന്ന് കൊടുക്കാം. ഹാക്ക് ഫയൽസ് എന്നാണ് അറേൻ്റെ പേര്. അതിൻ്റെ സൈസ് 5 ആണ്. അതായത് ഇവിടെ 5 സൈസ് ആണ്. ഇതേ ഒരു അറേയാണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഓരോ കോളത്തേക്കും ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് യൂസറിനോട് തന്നെ പറയാം. നമ്മൾക്കൊരു അറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറേൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം അതെങ്ങനെയാണെന്നുള്ളത്. ദെൻ നമുക്കിതിലേക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിലോ അതിന് റീഡ് ചെയ്യണമെങ്കിലും നമ്മൾ ലൂപ്പ് കൺസെപ്റ്റാണ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസേഴ്സിനോട് ഒരു 5 നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം. ആ 5 നമ്പർ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം, അറേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. സി ഔട്ട് എൻ്റർ 5 നമ്പേഴ്സ് നൽകാം. അറേക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻറ്റിജർ ടൈപ്പ് അറേ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റിജർ അല്ല ഫ്ലോട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് മാത്രമേ പറ്റുള്ളൂ. അതായത് ഒരു ഡാറ്റ ടൈപ്പ് മാത്രമേ പറ്റുള്ളൂ, എല്ലാതും കൂടി മിക്സഡ് ആയിട്ട് പറ്റില്ല. മിക്സഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ വേറെ സ്ട്രക്ചർ പറഞ്ഞിട്ട് വേറെ സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ആകെ ഡൗട്ടാവും. കാരണം നമ്മൾ മെയിൻലി C++ പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. C++ലൂടെ എന്താ പറയുക, നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസറിനോട് നമ്മൾ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈ 5 നമ്പേഴ്സ് നമുക്ക് നമ്മളെ അറേക്ക് കയറ്റി വെക്കണം. അതിനായിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ആണ് ഇടുന്നത്. ഫോർ ദെൻ I assign 0 സെമികോളൻ ആണ് ഇടേണ്ടത്. ദെൻ I less than 5, അതായത് നമുക്ക് 5 സൈസുള്ള അറിയണം, അതുകൊണ്ട് 5 വാല്യൂസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ I less than 5, then I++ കൊടുക്കുക. I++. ദെൻ നമ്മൾ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ I ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഡിക്ലെയർ ചെയ്തു int I. അപ്പോൾ I ഡിക്ലെയർ ചെയ്തു, ആ എറർ പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ലൂപ്പ് ഉണ്ടാക്കി നമുക്ക് അറേക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. Cin, അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കാനാണ്. Cin നമ്മുടെ അറേയുടെ പേര് ഹാക്ക് ഫയൽസ് എന്നാണ്. ഹാക്ക് ഫയൽസ് ഓഫ് I എന്ന് കൊടുക്കാം. ഇപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ലൂപ്പാണ്. ഇവിടെ യൂസറിനോട് 5 നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ദെൻ യൂസർ ഒരു നമ്പർ എൻ്റർ ചെയ്താൽ നേരെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുക. ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഫസ്റ്റ് നമ്മളിവിടെ ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഹാക്ക് ഫയൽസ് ഓഫ് I എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 എന്നാണ് അതിൻ്റെ ഫസ്റ്റത്തെ വാല്യൂ. അപ്പോൾ ഹാക്ക് ഫയൽസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമ്മളെ അറേയുടെ 0th വാല്യൂക്ക്, അതായത് ഇവിടേക്കാണ് നമ്മളെ ഫസ്റ്റ് നമ്പർ പോവുക. അതായത് 0th പൊസിഷനാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഹാക്ക് ഫയൽസ് ഓഫ് 0 എന്നാണ്. അപ്പോൾ 0th പൊസിഷനിക്ക് അത് സേവ് ആവും. ദെൻ ലൂപ്പ് വീണ്ടും പ്രവർത്തിക്കും. അപ്പോൾ വീണ്ടും പ്രവർത്തിപ്പിക്കുമ്പോൾ യൂസർ വേറൊരു നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പർ ഹാക്ക് ഫയൽസ് ഓഫ് ഇപ്പോൾ I++ ചെയ്തിട്ട് I1 ആയിട്ടുണ്ടാവും. അപ്പോൾ സോ ഹാക്ക് ഫയൽസ് ഓഫ് 1ക്ക് കയറും. ദെൻ ഹാക്ക് ഫയൽസ് ഓഫ് 2, അങ്ങനെ ഓരോ നമ്പറും ഇൻക്രിമെൻ്റ് ചെയ്ത് വരും. ലാസ്റ്റ് ഹാക്ക് ഫയൽസ് ഓഫ് I4 ആവും. ലാസ്റ്റ് I4 ആവുമ്പോൾ നമ്മൾ യൂസർ എൻ്റർ ചെയ്ത നമ്പർ നേരെ Cin ഹാക്ക് ഫയൽസ് ഓഫ് 4ലേക്ക് കയറും. 4ലേക്ക് കയറാൻ നമ്മൾ 4 ആണ് ഇവിടുത്തെ ലാസ്റ്റ് പൊസിഷൻ. അതായത് 0 എന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ 5 സൈസാണ്. അപ്പോൾ 4 ആണ് ലാസ്റ്റ് പൊസിഷൻ. 4 കഴിഞ്ഞിട്ട് പിന്നെ ദെൻ നമ്മുടെ ലൂപ്പ് വീണ്ടും പ്രവർത്തിക്കാൻ വേണ്ടി ഇവർക്ക് പോകുമ്പോൾ അവിടെ I-യുടെ വാല്യൂ 5 ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ I less than 5 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് I 5 ആയാലും പറ്റില്ല, 5നേക്കാൾ കൂടുതലായാലും പറ്റില്ല, 5നേക്കാൾ കുറവ് തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ I 5 ആകുമ്പോൾ ലൂപ്പ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൂപ്പിലേക്ക് അപ്പോൾ 5 നമ്പറും ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ നമുക്ക് യൂസറിന് ജസ്റ്റ് കൊടുക്കാം യുവർ നമ്പേഴ്സ് ആർ സേവ്ഡ് എന്ന് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഡമ്മി പ്രോഗ്രാമാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, യുവർ നമ്പേഴ്സ് ആർ സേവ്ഡ്. യുവർ നമ്പേഴ്സ് ആർ സേവ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. ദെൻ ഇപ്പം എന്താണെന്ന് വരാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാണ്. ബിൽഡ് പ്രൊജക്റ്റ് 0 എറർ 0 വാർണിങ്സ് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ C++ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ യൂസറിനോട് 5 നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 എൻ്റർ ചെയ്തു, 2 എൻ്റർ ചെയ്തു, 3 എൻ്റർ ചെയ്തു.
4 എൻ്റർ ചെയ്തു, 5 എൻ്റർ ചെയ്തു. അതായത് യുവർ നമ്പേഴ്സ് ആർ സേവ്ഡ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ 5 നമ്പേഴ്സും എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം പോരല്ലോ, നമുക്ക് 5 നമ്പേഴ്സ് അതേപോലെ കിട്ടും വേണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതേ കൺസെപ്റ്റ് തന്നെ, ഈ ലൂപ്പിൻ്റെ ഇതേ കൺസെപ്റ്റിൽ തന്നെ നമുക്ക് അത് ഇങ്ങോട്ട് കിട്ടും വേണം. അതായത് നമ്മൾ എങ്ങനെ കൊടുത്തു അതേപോലെ തന്നെ നമുക്ക് കിട്ടണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളതേ അവിടെ അതേ സംഭവങ്ങൾ തന്നെ ഐ ആർ സെയിം 0 I less than 5 I പ്ലസ് പ്ലസ് അത് കൊടുത്തു. ഇതേ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളതേ എങ്ങനെയാണ് അങ്ങോട്ട് കൊടുത്തത് അതേപോലെ തന്നെ അല്ല നമുക്ക് റീഡ് ചെയ്യേണ്ടതും, അങ്ങോട്ട് റൈറ്റ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടതും. അപ്പോൾ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഓരോന്ന് പ്രിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് സി ഔട്ട്, ദെൻ നമുക്കൊരു നമുക്കിനി യൂസറിന് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്പർ ഇൻ ഫസ്റ്റ് എന്നാണ്ട ഫസ്റ്റിൻ്റെ അത് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇഫൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് തന്നെ നമ്പർ 1 ഈസ് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമ്പർ, അതായത് ഫസ്റ്റത്തെ നമ്പർ വരുമ്പോൾ നമ്പർ 1 ഈസ് എന്ന് വരും, രണ്ടാമത്തെ നമ്പർ 2 ഈസ് എന്ന് വന്നിട്ട് വരും. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഇപ്പോൾ ഐൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ I+1 എന്ന് കൊടുത്താൽ മതി. നമ്പർ ഒരു എറർ ഉണ്ട്, അതായത് നമ്മൾ സെമി കോളൻ്റെ ഉള്ളിലല്ല നമ്പർ എഴുതിയിട്ടുള്ളത്, നമ്പർ I+1. അതായത് ഇപ്പോൾ ഫസ്റ്റ് കാണിക്കൽ നമ്പർ 1 എന്നാണ്, കാരണം 0+1 എന്ന് വെച്ചാൽ 1. ദെൻ പിന്നെ അടുത്തത് നമ്പർ 2 ഈസ് അങ്ങനെ കാണിച്ചുകൊണ്ട് വരും. അത് നമുക്ക് ഇത് ചെയ്ത് എന്താ പറയുക, റിസൾട്ട് വരുമ്പോൾ നമുക്കൊന്നും കൂടി വിശദീകരിച്ച് പറയാം. നമ്പർ I+1. ദെൻ നമ്മളൊരു എന്താ പറയുക ഡബിൾ കോട്ട്സിലും കൂടി ഈസ് നമ്മളെ ഹാക്ക് ഫയൽസ് ഓഫ് നമ്മളെ അറയിലുള്ള വാല്യൂ കൊടുക്കണം, ഹാക്ക് ഫയൽസ് ഓഫ് I. അപ്പോൾ ഇത് നമ്മൾ അവിടെ എങ്ങനെ ചെയ്ത് അതേപോലെ തന്നെ വരും. അതായത് നമ്പർ ഫസ്റ്റത്തെ നമ്പർ ആണെങ്കിൽ നമ്പർ 1 ഈസ് ഹാക്ക് ഫയൽസ് ഓഫ് 0 എന്നായിരിക്കും ഫസ്റ്റത്തെ വാല്യൂ. അപ്പോൾ 0ൽ നമ്മൾ ഏത് നമ്പറാണ് സേവ് ചെയ്ത് കൊടുത്തത് ആ നമ്പർ വരും, ഇവിടെ റീഡ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ദെൻ 5 കഴിയുമ്പോൾ നിർത്തുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ അറയിലോട്ട് എങ്ങനെ റൈറ്റ് ചെയ്യണമെന്നും നോക്കി അത് ഫുൾ റെഡി ആയിട്ടുണ്ട്. ദെൻ നമുക്ക് അറയിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്തെടുക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് പ്രൊജക്റ്റിന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ടെർമിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ബിൽഡ് ചെയ്യാം. കാരണം എന്താ പറയുക, ഇടയ്ക്ക് അങ്ങനെ ഒരു എറർ വരലുണ്ട്, അത് കമ്പൈലറിൻ്റെ കുഴപ്പമാണ്. ദെൻ എൻ്റർ 5 നമ്പേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. ഞാനൊരു റിവേഴ്സ് ആയിട്ട് കൊടുക്കുക, 5 4 3 2 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യുവർ നമ്പർ ആ സേവ്ഡ് വന്നു. ദെൻ ഇതൊക്കെ ഒന്നിച്ചാണ് വന്നത്. അത് റെഡി ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻഡെൽ കൊടുക്കുകയാണ്. എൻഡെൽ കൊടുത്താൽ ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളതൊക്കെ നേരെ അടിയിലായിട്ട് വരും. ദെൻ ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു #n കൊടുക്കാം. #n ഞാൻ മുമ്പിൽ ഹാഷ് അല്ല സ്ലാഷ്, ബാക്ക്വേർഡ് സ്ലാഷ് ആണ്, ഫോർവേഡ് സ്ലാഷ് ഇല്ല കേട്ടോ. അപ്പോൾ /n എന്ന് കൊടുക്കാം. അത് /n എന്ന് കൊടുത്താൽ നമ്മളെ കോഡിൽ, അതായത് ഈ നമ്പറിൻ്റെ ഒപ്പം /n എന്ന് വരില്ല. അതൊക്കെ ജസ്റ്റ് ഒരു കോഡായിട്ടേ കൂട്ടുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റർ അടിക്കാനുള്ള കോഡാണ്. എൻ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈന് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ വരാനുള്ള ഒരു സംഭവമാണ് /n എന്നുള്ളത്. അതിവിടെ ഈ നമ്പറിൻ്റെ ഒപ്പം കാണിക്കൂല. നമുക്ക് നോക്കാം. ഓക്കെ, ബിൽഡ് പ്രൊജക്റ്റ്, ദെൻ റൺ കൊടുത്തു. ബിൽഡ് പ്രൊജക്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ 5 4 3 2 1. അപ്പോൾ അതാ യുവർ നമ്പേഴ്സ് ആർ സേവ്ഡ് എന്ന് ഫസ്റ്റ് വന്നു. ദെൻ നമ്പർ 1 ഈസ് 5, നമ്പർ 2 ഈസ് 4, നമ്പർ 3 ഈസ് 3,
ആൻഡ് നമ്പർ 4 is 2 ആൻഡ് നമ്പർ 5 is 1. അതായത് നമ്മൾ അറിയുന്ന ഓരോ നമ്പേഴ്സ് റീഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഇവിടെ ഒന്ന് സ്പേസ് ഇട്ടിട്ട് വരും. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്, അറിയണം, കാരണം ഇത്രയും പഠിച്ചിട്ട് അതെങ്ങനെയാലും അറിയണം. അത്രയും ചെറിയ കൺസെപ്റ്റ് ഇതൊന്നും പറയാനില്ല ഇതിന്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ 1 ഡയമെൻഷനിൽ ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ 2 ഡയമെൻഷണൽ അറേ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 ഡയമെൻഷണൽ അറേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ചെറിയതായിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നാളെ നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.